Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ റംലാൻ സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കസാട്ട പുഡിംഗ്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യമേ നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ചെറിയ പീസസ് ആയിട്ടൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കീറി എടുത്താൽ മതി. ഇനി ഇതൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അരമണിക്കൂർ വരെ ഇതൊന്ന് സോക്ക് ചെയ്യാൻ മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 240 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്റർ പാലിലാണ് ഞാൻ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. ആ അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചതിന് ശേഷം ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക, എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണം എന്നില്ല. കുറച്ച് ബ്രെഡ് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. പക്ഷേ മിക്സിയിൽ ഒരുമിച്ച് എല്ലാം കൂടി ഇടാൻ പറ്റാത്തതുകൊണ്ട് കുറേശ്ശെ ബ്രെഡും പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു ഭാഗത്തിന് അരച്ചെടുക്കാം. എന്നിട്ട് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും പാലും കൂടെ ഇതേപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് അരഞ്ഞു കിട്ടണം. നമുക്ക് ബാക്കിയുള്ള പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 4 ഗ്ലാസ് പാൽ, അതായത് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഒരുവിധം വലിയ ഗ്ലാസ്സിലാണ് പാലെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കാര്യം ബ്രെഡും നമ്മൾ ചൈന ഗ്രാസും ഒക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് മിക്സ് തയ്യാറായി കിട്ടണം. നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് കുറുകി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 3 പാത്രത്തിലേക്കാക്കി ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. 3 പാത്രത്തിലും ഒരേ അളവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചൂടോടുകൂടി തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ 3 പാത്രത്തിലും ഒരേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിവിടെ 3 പാത്രത്തിലും ഒരേപോലെ തന്നെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ വേണം കൊക്കോ പൗഡർ മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കട്ട കെട്ടിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചൂടോടുകൂടി തന്നെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ സെറ്റായി പോവും. അതുകൊണ്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ വേണം ഈ കളറ് കൊക്കോ പൗഡർ മിക്സ് ചെയ്യാനായിട്ട്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പിസ്ത മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടൈഗർ ബ്രാൻഡിൻ്റെ പിസ്ത മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പാകത്തിന് തയ്യാറാക്കി എടുക്കണം. ഇനി അടുത്തതിലേക്ക് നമുക്ക് സ്ട്രോബെറി മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 3 ഫ്ലേവറും തയ്യാറായി കിട്ടിയിട്ടുണ്ട്. സ്ട്രോബെറി, പിസ്ത, ചോക്ലേറ്റ്. ഞാൻ ഇതിനു മുമ്പ് കസാട്ട കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണണം. നമ്മുടെ 3 ബാറ്ററും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിന്നിലേക്ക് കുറച്ചൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം പിസ്ത ഫ്ലേവർ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കിയതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് സ്ട്രോബെറി ഫ്ലേവർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ബൗളാണെങ്കിലും മതി. അടുത്തതായിട്ട് ചോക്ലേറ്റും കൂടെ അതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുഡിങ്ങിന് ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലൊരു 3 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ്. ഇത് ഈ ചൂടൊന്ന് ആറുമ്പോൾ തന്നെ ഇത് ശരിക്കും ഈ ബ്രെഡ് പുഡിങ് സെറ്റായി കിട്ടും. എന്നാലും ഒന്ന് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 3 മണിക്കൂർ വരെയെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം 3 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു കത്തി കൊണ്ട് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ കസാട്ട പുഡിങ് തയ്യാറായി കഴിഞ്ഞു. ഇതൊന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല 3 ഫ്ലേവറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസാട്ട പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിന് മുമ്പ് കസാട്ട കേക്കിൻ്റെ റെസിപ്പി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, അതുകൂടെ കാണുക. ഇനി നമുക്ക് ഓരോ പീസസായിട്ട് എടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള പുഡിങ് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.